Dear students, welcome back. The next topic, for statement. Now, looping statements last statement for statement. Now, already while do while statements while entry controlled do while exit controlled loops. Then while and do while loops sentinel controlled loops are. അതായത് കൗണ്ടർ കൺട്രോൾഡ് അല്ല. അവിടെ നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അതുവരെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതേപോലെ ഒരു കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് കൂടിയാണ് എന്താ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം ആ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണം. ദ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ടെസ്റ്റ് കണ്ടീഷൻ അല്ലേ. ദെൻ ദ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണോ അതിലെ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അതുവരെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഓർക്കുക, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇനീഷ്യലൈസേഷൻ, ദെൻ സെക്കൻഡ് വൺ ഒരു ടെസ്റ്റ് കണ്ടീഷൻ നടത്തുക, തേർഡ് ആ കൺട്രോൾ വേരിയബിളിൽ ഒരു വാല്യൂ കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രയോഗിക്കുന്നത്. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. എല്ലാ ലൂപ്പിനകത്തും ലൂപ്പിൻ്റെ ബോഡി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച വൈൽ ലൂപ്പിലാണെങ്കിലും ഡു വൈൽ ലൂപ്പിലാണെങ്കിലും ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ 3 സ്റ്റെപ്സും സെപ്പറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫോർ ലൂപ്പ് ദ ഇനീഷ്യലൈസേഷൻ, ദെൻ കണ്ടീഷൻ ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ പ്രോസസ്സ് ഓർ അപ്ഡേഷൻ പ്രോസസ്സ്, ഇത് എല്ലാം ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്താ പറയുന്നത് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. For initial value, then semicolon, condition, then incrementation or decrementation, then body of the loop or set of statements. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇനീഷ്യൽ വാല്യൂ, ദെൻ കണ്ടീഷൻ ആൻഡ് അപ്ഡേഷൻ, ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സെമിക്കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ വാല്യൂ, അത് വാല്യൂ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പം ഇനീഷ്യൽ വാല്യൂ എന്നുള്ള കേസിൽ സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത് കൺട്രോൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണം. അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. അല്ലെങ്കിൽ അത് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടീഷനാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ്. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷനാണ്, അതായത് നമ്മുടെ ടെക്സ്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ വാല്യൂ ഇസ് റിട്ടേൺ വാല്യൂ ഇസ് ഫാൾസ് ദെൻ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ആ ബൂളിയൻ കണ്ടീഷൻ എന്തായിരിക്കണം? ഫാൾസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ. ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. ഓക്കെ, അപ്പോൾ നോക്കും വൈൽ ലൂപ്പിനകത്ത് നമ്മൾ സെപ്പറേറ്റ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈനിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻക്രിമെൻറ്റേഷനോ ഡിക്രിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കുന്നില്ല? സെമിക്കോളൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സീക്വൻസ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇനീഷ്യലൈസ് ദ വാല്യൂ, ഇറ്റ് ഇനീഷ്യലൈസ് ദ കൺട്രോൾ വേരിയബിൾ. അപ്പോൾ കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ
സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചെക്ക് ദ കണ്ടീഷൻ ഓർ ടെസ്റ്റ് ദ കണ്ടീഷൻ. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ഇത് ട്രൂ ആണെങ്കിൽ then the control goes to എന്താണ് looping statement. Control goes to body of the loop. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് എൻ്റർ ചെയ്യാണ്? ലൂപ്പിൻ്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. ബോഡി ഓഫ് ദ ലൂപ്പിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇനി എങ്ങോട്ടേക്ക് പോകും? ഇൻക്രിമെൻറ്റേഷനോ ഡിക്രിമെൻറ്റേഷൻ സ്റ്റെപ്പിനകത്തേക്ക് വരും. വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഐ ഈക്വൽ ടു 0, ദെൻ ഐ ലെസ് ദാൻ 10 പ്ലസ് പ്ലസ് ഐ എന്നാണ് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ 0 ആണ്. 0 ഈസ് ലെസ് ദാൻ 10 ആണ്. 10 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. ദെൻ നമ്മളിവിടെ ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ ഓർ ദ അപ്ഡേഷൻ സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ വീണ്ടും എങ്ങോട്ടേക്ക് പോകും? കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ടെസ്റ്റ് ദ കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ടെസ്റ്റ് ദ കണ്ടീഷൻ തൊട്ട് ദെൻ അപ്ഡേഷൻ, വീണ്ടും ടെസ്റ്റ് കണ്ടീഷൻ. എപ്പോഴാണോ ഈ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അതുവരെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ആണ്. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഒരിക്കൽ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അതായത് ഈ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് ഒറ്റ പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കി 3 കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വാല്യൂ ഇനീഷ്യലൈസേഷൻ ആണ്, അത് ഒറ്റ തവണയേ ചെയ്യുന്നുള്ളൂ. ദെൻ കണ്ടീഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് ദ കണ്ടീഷൻ. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് വരും? സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റേഷൻ. ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റേഷൻ ചെയ്തു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു. സിക്സ്ത് എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ്. ദെൻ 7 ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻക്രിമെൻറ്റേഷൻ, ഈ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ചെയ്തു ഓഫ് ദ എക്സ്പ്രഷൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്തു. ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷന് ടെസ്റ്റ് ചെയ്തു. ട്രൂ ആണെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ദെൻ അപ്ഡേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു. വീണ്ടും ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ലൂപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫോർ ലൂപ്പും അതുപോലെ വൈൽ ലൂപ്പും തമ്മിലുള്ള കമ്പാരിസൺ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഐ എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഇനീഷ്യലൈസേഷൻ അല്ല, ജസ്റ്റ് എന്താണ് ഡിക്ലറേഷൻ. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്? ഐ ഈക്വൽ ടു 1. അപ്പോൾ ഫോറിലെ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു? 1 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐ ലെസ് ദാൻ 11. നമുക്ക് ഏതുവരെ ചെയ്യേണ്ടത്? 10 വരെയാണ്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഐ ലെസ് ദാൻ 11 എന്ന് കൊടുക്കാം. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്തു? പ്രിന്റ്, അതായത് നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ ബോഡിയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രേസിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം മതി ഈ ബ്രേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 എന്ന് ഔട്ട്പുട്ട് വരും. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐ ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ 2 ലെസ് ദാൻ 11 ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ 11 ആണ്. വീണ്ടും എന്ത് പ്രിന്റ് ചെയ്യുന്നു? 2 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു. ഓക്കെ, ദെൻ 2 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്.
അപ്പം 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഇങ്ങനെ അപ് ടു ഏത് വരെ ചെയ്യും? ഐയുടെ വാല്യൂ 10 ആവുന്നത് വരെ ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വൈൽ സ്റ്റേറ്റ്മെന്റ് ലൂപ്പ് കൂടി നോക്കാം. ഇപ്പൊ നോക്കിവിടെ ഫോർ ഐ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നത് ഈ ഒരു കേസിൽ ഐ ഈക്വൽ ടു 1 എന്താണ്? ഔട്ട്സൈഡ് ലൂപ്പാണ് നമ്മൾ ഐയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർ ഐ ഈക്വൽ ടു 1 കഴിഞ്ഞു. ഐ ലെസ് ദാൻ 11 എന്ന് പറയുന്നത് വൈലിന്റെ കണ്ടീഷൻ ആയിട്ട് കൊടുത്തു. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഐ, ഇത് സെയിം തന്നെയാണ്. പക്ഷെ വൈലിൽ വരുമ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്തുകൂടി ഉണ്ട്? ഐ പ്ലസ് പ്ലസ് എന്നും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫോർ ലൂപ്പിന്റെ പാർട്ടായിട്ടാണ് ഇവിടെ പ്ലസ് പ്ലസ് ഐ എഴുതിയത്. ഈ ഒരു കേസിൽ വരുമ്പോൾ ലൂപ്പിന്റെ ബോഡിക്ക് ഉള്ളിലാണ് അപ്ഡേഷൻ. ഇത് പ്ലസ് പ്ലസ് ഐ ആയാലും ഐ പ്ലസ് പ്ലസ് ആയാലും സെയിം മീനിങ് തന്നെയാണ്. ദെൻ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ എളുപ്പം എന്താണ്? കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. അതിൽ സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യനകത്ത് സ്പെഷ്യലായിട്ട് ഇന്ന ലൂപ്പ് ഉപയോഗിക്കണം, അതായത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ വൈൽ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ വൈൽ, ഡു വൈൽ ഓർ ഫോർ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് ഡു വൈലിനെയാണ്. ഡു വൈൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഫോർ ലൂപ്പിനകത്ത് സിയിലെ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ഇനീഷ്യലൈസേഷനും അതുപോലെ അപ്ഡേഷനും നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. ഇപ്പൊ ഇനീഷ്യലൈസേഷനിൽ ഒന്നിലധികം വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു നൗ, ഇത് രണ്ടും ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പൊ അതിനെ എന്ത് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്? കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ അപ്ഡേഷനിൽ ഐ പ്ലസ് പ്ലസും വൈ മൈനസ് മൈനസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഐ പ്ലസ് പ്ലസ് ആൻഡ് വൈ മൈനസ് മൈനസ് എന്ന് പറയുമ്പോഴും ഇവിടെ രണ്ട് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യുന്നു? കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ പൊതുവെ ഈ ഒരു കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ സിംഗിൾ ആയിരിക്കും. അല്ല മൾട്ടിപ്പിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനെ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആൻഡ് ഓർ നോട്ട് ഇതിലേതെങ്കിലും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, we can skip the initial value expression or condition or increment by adding a semicolon. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഈ ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിനെ അതേ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇനീഷ്യലൈസേഷൻ വാല്യൂ അതുപോലെ ഇൻക്രിമെന്റേഷനോ ഡിക്രിമെന്റേഷനോ ഒന്നും കൊടുക്കാതെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇൻക്രിമെന്റേഷനോ ഡിക്രിമെന്റേഷനോ ഇല്ലെങ്കിൽ പകരം നമ്മൾ അവിടെ സെമിക്കോളൻ കൊടുക്കാം. അതുപോലെ ഇനീഷ്യലൈസേഷൻ ഇല്ലെങ്കിലും പകരം അവിടെ എന്തുപയോഗിക്കുക? സെമിക്കോളൻ യൂസ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് ഫോർ ഐ ഇൻ്റെ ഐ ഈക്വൾ ടു 0 മാക്സിമം ഈക്വൾ ടു 10 ഫോർ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സെമിക്കോളൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലൈസേഷൻ ഇല്ല, ഇനീഷ്യലൈസേഷൻ ഒക്കെ നമ്മൾ ഔട്ട്സൈഡ് ദ ലൂപ്പാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ ഐ ലെസ് ദാൻ മാക്സ് ഐ പ്ലസ് പ്ലസ്, ഈ ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒമിറ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ ഇവിടെ ആഡ് ചെയ്യാം. ബോഡി ഓഫ് ദ ലൂപ്പിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഫോർ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, ഫോർ ലൂപ്പിലെ എക്സാമ്പിൾസ്. ദെൻ ഓക്കെ.